ആന വെട്ടി പൊളിച്ചിട്ടേക്കുന്നത്. ഇത് നമ്മുടെ പഴയ മറ്റേ ഇതായിരുന്നു, മറ്റേ അക്ഷയ സെന്റർ. അത് ആന പൊട്ടിച്ച് കളഞ്ഞാ. ഹായ് ഹലോ മച്ചാമാരെ, മഞ്ജുക്കുട്ടി ജിപ്പ് എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എടമലക്കുടിയിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ എടമലക്കുടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്താണ് എടമലക്കുടി. അപ്പോൾ ഈ ഒരു കുടിയിലേക്ക് പുറമേ നിന്ന് ആർക്കും തന്നെ പ്രവേശനമില്ല കേട്ടോ, അതാദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു കുടിയിലേക്ക് പോകുന്ന റൂട്ട് മാപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൂന്നാറിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇപ്പോൾ മൂന്നാറിലാണ്. അപ്പോൾ മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ മറൈൻ റൂട്ടിലുള്ള ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് നമുക്ക് തിരിഞ്ഞു വേണം എടമലക്കുടിയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മളങ്ങനെ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫോറസ്റ്റ് വാച്ചിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ വണ്ടി കടത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ വന്നിട്ടുള്ളവർക്കറിയാം, ഇങ്ങോട്ട് ഈ ഒരു സ്ഥലത്തേക്ക് മറ്റുള്ളവരുടെ ഒരു വണ്ടി പോലും നമ്മുടെ പ്രൈവറ്റ് വണ്ടിയൊന്നും കടത്തി വിടത്തില്ല. അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾ ഒരാൾക്ക് 250 രൂപ വെച്ച് ഫീസ് അടച്ചിട്ട്, അതായത് ഫോറസ്റ്റിൻ്റേതായ ബസ്സുകളുണ്ട്. അപ്പോൾ ആ ബസ്സുകളിലാണ് നമ്മൾ ആൾക്കാരെ ഈ മുകളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്ത് അവിടുന്ന് നമുക്ക് 1-2 കിലോമീറ്റർ നടന്ന് വേണം വരയാടുകളെ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മൊത്തത്തിൽ പറയുന്ന പേരാണ് രാജമല. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്തത് നമ്മൾ വേറൊരു ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി ചേർക്കാനുണ്ട്. അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്, ആ രജിസ്റ്ററിൽ നമുക്ക് എഴുതാനുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് സൊസൈറ്റി കുടിയിലേക്കാണ്. അപ്പോൾ എടമലക്കുടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ എടമലക്കുടി എന്ന് പറയുന്ന ഒരു കുടിയില്ല. അതിൽ മൊത്തത്തിൽ പറയുന്ന പല കുടികളും ചേർത്ത് പറയുന്ന മൊത്തത്തിലുള്ള പേരാണ് എടമലക്കുടി എന്നുള്ളത്. അപ്പോൾ നമ്മൾ സൊസൈറ്റി കുടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി ഞാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ നിലവിൽ 2 ചെക്ക് പോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ചെക്ക് പോസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൽ വരുന്ന സഞ്ചാരികളെ കൊണ്ടിറക്കുന്ന ഈ ഒരു സ്പോട്ടിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് വേണം അവർക്ക് 2 കിലോമീറ്റർ അടുത്ത് നടന്ന് പോകാനായിട്ട്. അപ്പോൾ ഈ 2 കിലോമീറ്റർ ഗ്യാപ്പിലാണ് നമുക്ക് വരയാടുകളൊക്കെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ സഞ്ചാരികളെ കൊണ്ടുവന്ന ബസ്സിൽ സഞ്ചാരികളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടുമേലെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ മൂന്നാമത്തെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇത് ബാത്റൂമാട്ടോ. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ റൂട്ടിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് ശ്രദ്ധിക്കണം. കാരണം വരയാടുകൾക്കോ ആളുകൾക്കോ പ്രശ്നം ഉണ്ടാക്കത്തക്ക രീതിയിൽ വേണം വണ്ടി ഓടിക്കാനായിട്ട്. കാലോടുത്തൊന്നും വണ്ടി ഓടിക്കാൻ പാടില്ല. അതുപോലെ ഹോണൊന്നും അടിക്കാനൊന്നും പാടില്ല. എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നേരെ അകത്താട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ 2-3 വരയാടുകളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ വണ്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് വണ്ടി നിർത്താനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വരയാടുകൾക്ക് പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്നും ആൾക്കാരൊക്കെ കണ്ട് വണ്ടിയുടെ ശബ്ദമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതുങ്ങൾക്കൊന്നും പേടിയില്ല കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ വരയാടുകൾക്ക് ഭക്ഷണം കൊടുക്കാനോ അതിനെ തൊടാനൊന്നും പാടില്ല. തൊട്ട് കഴിഞ്ഞാലൊക്കെ പ്രശ്നമാവും. അപ്പോൾ ഇവിടം വരെയാണ് വരയാടുകളെ കാണാൻ വരുന്ന സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശനവും കാര്യങ്ങളൊന്നുമില്ല. കണ്ടില്ല, ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ ഒരു വാച്ചറുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് സഞ്ചാരികൾ പ്രവേശനം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും തുടരുവാണ്. അപ്പോൾ ഇനി നമ്മൾ രാജമല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് പെട്ടിമുടിയിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി പെട്ടിമുടിയിലേക്കാണ് പോണേ. അപ്പോൾ രാജമല വന്നവർ
അപ്പോൾ അതേ നമ്മളങ്ങനെ പെട്ടിമുടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ ഏരിയയിൽ 2 പെട്ടിമുടിയുണ്ട്. ഒന്ന് അടിമാലി പെട്ടിമുടിയുണ്ട്, അതുപോലെ മൂന്നാർ പെട്ടിമുടിയുണ്ട്. ഇതിപ്പോൾ മൂന്നാർ പെട്ടിമുടിയാണ്. അപ്പോൾ ഈ പെട്ടിമുടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ 2020 ഒരു അപകടത്തെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. അതായത് ഉരുളുപൊട്ടി കുറച്ച് പേരൊക്കെ മരിച്ചതാണ്, തൊഴിലാളികളൊക്കെ മരിച്ച ഒരു സംഭവമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അതേ അവരൊക്കെ അടക്കിയേക്കുന്ന ഒരു സ്പോട്ടാണ് അതേ കാണുന്നത്. കേട്ടോ കാട് കുടിച്ച് ഇവിടെ മൊത്തം വണ്ടികളായിരുന്നു, അത് എടുത്തുകൊണ്ട് പോയി. ഇതാണ് ഈ ഏരിയ കൂടെയാണ് കുട്ടി ഇറങ്ങി വന്നത്. അപ്പോൾ അതേ പെട്ടിമുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ നമ്മൾ 4ാമത്തെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റാണ് എടമലക്കുടിയുടെ കവാടം. അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എടമലക്കുടി തുടങ്ങുന്നത്. അപ്പോൾ പെട്ടിമുടിയിലുള്ള തൊഴിലാളികളോ വണ്ടികളൊന്നും കുടിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചെക്ക് പോസ്റ്റാണിത്. അപ്പോൾ പെട്ടിമുടിയിലുള്ള തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ടാറ്റ കമ്പനിയുടെ തേയില തൊഴിലാളികളാട്ടോ അവർ. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി ഇതേ ചെക്ക് പോസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് നമ്മുടെ വണ്ടി ഇതേ ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇടമലക്കുടിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ അവിടുത്തെ റോഡിൻ്റെ അവസ്ഥയെപ്പറ്റിയാണ് പറയേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ചെക്ക് പോസ്റ്റിൽ നിന്നും ഏകദേശം ഒരു 14 കിലോമീറ്ററാണ് ഇടിലിപ്പാറക്കുടി വരെ. പിന്നെ ഇടിലിപ്പാറക്കുടിയിൽ നിന്ന് നമുക്ക് 3-4 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ സൊസൈറ്റി കൂടി എത്തുന്നത്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം കുടി. അപ്പോൾ ഈ 17-18 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ 4-4.5 മണിക്കൂറാണ്. പിന്നെ മഴയും കൂടി പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പറയണ്ട, അതിലും കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഈ വഴിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നത്. ഇപ്പോഴെന്ന് പറയുമ്പോൾ ഈ 2024 ഈ വഴി കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ആയത്. അപ്പോൾ വഴിയുടെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ വല്ലപ്പോഴും വരുന്ന നമ്മളെ സംബന്ധിച്ച് ഇത് കൗതുകമൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാൽ സ്ഥിരം സഞ്ചരിക്കുന്ന ഈ ഇടമലക്കുടിയിലെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമാട്ടോ. കാരണം ഒരു പുറലോകമായിട്ട് ബന്ധപ്പെടാനോ അതുപോലെ ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 3-4-5 മണിക്കൂറൊക്കെ വേണ്ടി വരും പെട്ടിമുടിയൊക്കെ എത്തണമെങ്കിൽ. പിന്നെ പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ജീപ്പ് ഒരു 7-8 വർഷം മുമ്പ് ഈ ഇടമലക്കുടിയിൽ അരി അടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഒരു 2 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അന്ന് വരുന്നത്. ഇതിപ്പോൾ 2ാമത്തെ അടുത്താണ് ഈ ഇടമലക്കുടിയിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് വന്ന സമയത്ത് വഴിയുടെ ഒക്കെ അവസ്ഥ അറിയണമെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് വ്ളോഗായിട്ടൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ചെറിയ തോതിൽ ഇടമലക്കുടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ 2 വർഷം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വഴിയൊക്കെ സുഗമമായതുകൊണ്ട് തന്നെ ഇപ്പോൾ 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇടിലിപ്പാറക്കുടി വരെ എത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റോഡ് പണിയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. മച്ചാമാരെ അപ്പോൾ നമ്മളങ്ങനെ ഒരു പുഴയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഴ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മഴക്കാലത്ത് മലവെള്ളമൊക്കെ വന്നു കഴിഞ്ഞ് ഇടമലക്കുടിയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ ഒരു പുഴ ഉണ്ടാക്കുന്നുണ്ട്. അതായത് മഴക്കാലത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആൾക്കോ വണ്ടിക്കോ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചൊരു പാലമാണ് ഈ കാണുന്നത്. അപ്രോച്ച് റോഡ് ഇല്ലാത്തതുകൊണ്ട് ഈ പാലത്തിൻ്റെ മേളിൽ കൂടെ സഞ്ചാരങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ റോഡ് പണിയുടെ സമയത്ത് ഈ പാലത്തിൻ്റെ മുകളിലൂടെ ആയിക്കോട്ടെ വണ്ടിയൊക്കെ സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പോയ സമയം എന്ന് പറയുമ്പോൾ ഒരു 5-6 മാസം മുമ്പ് പോയ വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ കുറച്ച് വൈകിപ്പോയി അപ്ലോഡ് ചെയ്യാനൊക്കെ. ഇപ്പോൾ ഈ പാലമൊക്കെ പണിത് അടിപൊളിയാക്കി. ഇപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ വണ്ടിയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്രോച്ച് റോഡൊക്കെ പണിത് സെറ്റാക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഇടമലക്കുടിയിലെ ഈ റോഡെന്ന് പറയുമ്പോൾ നമ്മൾ ഇടിലിപ്പാറക്കുടി വരെ ഏകദേശം 14 കിലോമീറ്ററാണ് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബാക്കി വരുന്ന റോഡിൽ കോൺക്രീറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഈ പറയുന്ന പിക്കപ്പും കാര്യങ്ങളൊക്കെ
ഇവിടുന്ന്, അതായത് നമ്മുടെ പെട്ടിമുടിയിൽ നിന്ന് പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കുടിയിലേക്ക് ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട്, അതായത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന പിക്കപ്പുകളാണ്, പൈപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്ന പിക്കപ്പുകളാട്ടോ ഇത്. പിന്നെ ഈ ഒരു റൂട്ടിലൊക്കെ ഒരു വണ്ടി കടന്നു പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല, പോട്ടെ പോട്ടെ, ടയറ് നേരാക്ക്.
അങ്ങനെ നമ്മളങ്ങനെ അവസാനം ഇഡ്ഡലിപ്പാറക്കൂടി എത്തിയിട്ടുണ്ട്. ദേ ആ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, ആ ഒരു ചിത്രമൊക്കെ വരച്ച് ചെയ്യുന്ന ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നേഴ്സറിയാണ്. അപ്പോൾ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഇവിടം വരെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയും കുടികളുണ്ട്. ഇതിൻ്റെ താഴത്തേക്കൂടെ കുറച്ചും കൂടി പോകുമ്പോഴേ സൊസൈറ്റി കൂടിയും കാര്യങ്ങളൊക്കെ. ഇനി അങ്ങോട്ട് കോൺക്രീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇവിടം വരെ ആയിരിക്കും റോഡ് പണിയും കാര്യങ്ങളും നടക്കുക. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇഡ്ഡലിപ്പാറക്കുടിയിലാണ്. അപ്പോൾ ഇവരുടെ എന്തോ ആഘോഷവും പരിപാടികളൊക്കെ ആയിട്ടോ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് സൊസൈറ്റി കുടിയിലേക്കാണ്. ഇനി അങ്ങോട്ട് റോഡ് ഒരുവിധം നല്ല ടാസ്കും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അതേ നമ്മൾ സൊസൈറ്റി കൂടി വന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ LP സ്കൂളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് റേഷൻ കടയൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന പറയുമ്പോൾ ഇവിടുത്തെ BSNL, ഇവിടെ ആകെ BSNL മാത്രമേ റേഞ്ച് ഉള്ളൂ. പകുതി ഇടയ്ക്ക് റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതേ BSNL ടവറും കാര്യങ്ങളൊക്കെയാണ്. ഈ ടവർ ഈ ഇടയ്ക്ക് പുതിയതായിട്ട് പണിത ടവറാണ്. കുറച്ച് കാലങ്ങളായതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്ന ആ സമയത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടുത്തെ BSNL ടവറും അതുപോലെ ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആന ചവിട്ടി പൊളിച്ച് പണ്ടാരടക്കി ഇട്ടേക്കുമായിരുന്നു. ഇവിടെ പൊതുവെ ആനയുടെ ശല്യം അതുപോലെ കാട്ടുപോത്തിൻ്റെ ശല്യമൊക്കെ വളരെ കൂടുതലുള്ള ഏരിയയാണ്. ഇവിടെ പട്ടിയും പൂച്ചയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ആനയൊക്കെ പകൽ സമയത്തൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയമാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന അക്ഷയും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ താഴത്തേക്കും പല കുടികളുണ്ട്. ഇതിൻ്റെ താഴത്ത് അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ താഴെ ആശുപത്രി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഇവിടം വരെ വന്നു. ഇനി നമുക്ക് തിരിച്ചു പോകണം. ഇപ്പോൾ ഏകദേശം ഉച്ച അടുത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയും വൈകി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് രാത്രിക്കുള്ളിൽ എത്തണം അവിടെ. അതായത് മൂന്നാർ ചെല്ലണം. അപ്പോൾ നമ്മളിവിടുന്ന് തിരിക്കാനുള്ളൊരു സെറ്റപ്പാട്ടോ.
പോട്ടെ. ചീച്ചി ഇങ്ങോട്ട് പിടിച്ചേ, ടയർ ഇങ്ങോട്ട് പിടിച്ചേ. മതി 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 മതി, ഇങ്ങോട്ട് പിടിച്ചേ. ആ തിരിച്ച് സ്റ്റീർക്ക് തിരിച്ചു പിടിക്കാൻ താവി പോല. താപ്പി ഈ സൈഡ് പിടിച്ച്, ഈ സൈഡ്. ഇത്രേ ഉള്ളൂ. ഇച്ചി ബായിക്കെടുക്ക. പൊടിക്ക് വായിക്കെടുക്ക. ആ മതി മതി മതി, ഇനി ഇങ്ങോട്ട് പിടിച്ചേ. പോട്ടെ. ആകെ നമുക്ക് ടാസ്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഈ ഒരു ടെറൈനിലാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡിലും വെള്ളം വന്ന് കുഴിയായി. അതായത് നമ്മുടെ ഫ്രണ്ട് വീലിൽ ഒരൊറ്റ വീലിനാണ് ട്രാക്ഷൻ കിട്ടുന്നത്, അതുപോലെ ബാക്ക് സൈഡിൽ ഒരൊറ്റ വീലിനാണ് ട്രാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പൊങ്ങുന്നത് കൊണ്ട് വണ്ടി കയറി പിടിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സൈഡിലെ രണ്ട് ടയറും കയറി പിടിച്ചാൽ മാത്രമേ വണ്ടി കയറി വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ബമ്പറിൽ ആളെ കയറ്റി, അതായത് രണ്ടുപേരെ കയറ്റി കഴിഞ്ഞപ്പോൾ അത്രയും വെയിറ്റ് ഫ്രണ്ടിൽ വന്നതുകൊണ്ട് തന്നെ ഫ്രണ്ട് വീലുകൾക്ക് ട്രാക്ഷൻ കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഈ ടെറൈനിൽ വണ്ടി കയറി പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ കാട്ടമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴി കണ്ടായിരുന്നു, അപ്പോൾ നിർത്തിയില്ല. ഇത് ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഇവർ കുടിയിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇവിടെ ഇല വെച്ച് പ്രതിഷ്ഠിക്കും. അപ്പോൾ ഇങ്ങനെ പ്രതിഷ്ഠിക്കുമ്പോൾ തന്നെ മൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണത്തെയൊക്കെ തടയാൻ വേണ്ടിയുള്ള അവരുടേതായ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പുറത്താണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്ന പറയുമ്പോൾ ഇത് പുഴയാണ്, അപ്പോൾ തോട്, അപ്പോൾ വെള്ളം ഒഴുകുന്ന സ്ഥലം. അപ്പോൾ ഈ മണ്ണും എല്ലാ സാധനങ്ങളും തടഞ്ഞു നിർത്താനുള്ള ഒരു തടയണ കേട്ടോ അത്. പോട്ടെ. മാറ്റിപ്പിടി മാറ്റിപ്പിടി, ഇപ്പുറത്ത് കൂടെ കയറ്റ, ഈ സൈഡ് കയറ്റ. അവിടെ കുഴിയാ, സൈഡ് വാങ്ങി ഈ ചാല് പിടിക്കുക, ലെഫ്റ്റ് സൈഡ് പിടി. കയറില്ല, ലെഫ്റ്റ് സൈഡ് പിടി, ഈ സൈഡ് പിടി, ഫ്രണ്ട് ഇങ്ങോട്ട് പിടി. അതന്നെ നേരാക്ക്, പോട്ടെ. ഇങ്ങോട്ട് പിടി, ഇങ്ങോട്ട് പിടി, ഇങ്ങോട്ട് പിടി. നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കി ഗൈസ്. നമ്മൾ സൊസൈറ്റി കൂടി വന്ന സമയത്ത് അവിടെ വെച്ച് കണ്ട ഒരു വണ്ടിയാണിത്. ഇത് പഞ്ചായത്തിൻ്റെ വണ്ടിയാണ്. ഇത് ബൊലോറോ ക്യാമറ കേട്ടോ. അപ്പോൾ ഈ വണ്ടി നമ്മുടെ പുറകെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
വണ്ടി സുഖമായിട്ട് കയറി പോകുന്നുണ്ടോ? ബസ് സ്റ്റോപ്പിലാണ്ട് ചവിട്ടാ വണ്ടി വരട്ടെ. കയറി പിന്നെ ടയറിൻ്റെ കാറ്റുടച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ പെട്ടിമുടി വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്യാൻറ്റീനുണ്ട്, ചായക്കട. അപ്പോൾ ഈ ചായക്കടയിൽ നിന്ന് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാട്ടോ. എനിക്ക് പറഞ്ഞു കുറച്ച് അവനോടിപ്പോയി പോട്ടെ, ഇറക്കി പോട്ടെ. മച്ചാന്മാരെ, അപ്പോൾ അതേ നമ്മുടെ ഇടമലക്കുടി യാത്രയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ചെറിയ പണി കിട്ടി. നമ്മുടെ വണ്ടി ഇരുട്ടുകാനത്ത് വെച്ച് വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിപ്പോയി. അപ്പോൾ ഫാൻ ബെൽറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റം ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതായത് നമ്മുടെ വാട്ടർ പമ്പ് വർക്ക് ചെയ്യത്തില്ല, വണ്ടി ഓവർ ഹീറ്റായി നിന്ന് പോകും, എഞ്ചിൻ പിടിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഫാൻ ബെൽറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ. പിന്നെ രാത്രി ചെന്ന് അടിമാലി ചെന്ന് പുതിയ ഫാൻ ബെൽറ്റും കാര്യങ്ങളൊക്കെ മാറി പിടിപ്പിച്ച് വന്നപ്പോൾ രാത്രിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ നമ്മൾ മണിച്ചേട്ടയുടെ വർക്ക്ഷോപ്പിൽ വണ്ടി കയറ്റി പിറ്റേന്ന് കയറ്റിയിട്ട് വണ്ടിയുടെ ഡൈനാമോയുടെ വയറിങ്ങൊക്കെ മാറ്റി
വണ്ടി സെറ്റാക്കി പുതിയ ഫാൻ ബെൽറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചു കേട്ടോ. അപ്പോൾ അച്ചാമാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി കാണുന്നത് തൽക്കാലത്തേക്ക് ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയതായിട്ട് പോയ പാടാണ് ഇടാൻ.